CPIM കല്ലുവാതുക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകനും കല്ലുവാതുക്കൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സഖാവ് എ. ശ്രീധരൻ മാസ്റ്ററുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B. തുളസീധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സഖാവ് ശ്രീധരൻ മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷിക ദിനം സമുചിതമായി സംഘടിപ്പിച്ച കല്ലുവാതുക്കൽ ലോ കമ്മിറ്റിയും ഈ പ്രദേശത്തുള്ള പാർട്ടി ഘടകത്തെയും അതിൻ്റെ ചുമതലക്കാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ശ്രീധരൻ മാസ്റ്ററുമായി ഞാൻ SFIയുടെ പ്രവർത്തകനായി വന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തോട് അടുത്ത് സഹകരിച്ച് പരസ്പരം മനസ്സിലാക്കാനും വിവിധ പ്രവർത്തനങ്ങൾ ബഹുജന സംഘടനകളുടെയും പാർട്ടിയുടെയും അടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും പരസ്പരം സഹകരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ചെറുക്കര സ്കൂളിൽ സാർ പഠിപ്പിക്കുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വേളയിലാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ മണ്ഡലത്തിലെ പ്രവർത്തകൻ എന്ന നിലയിൽ വിവിധ സ്കൂൾ യൂണിറ്റുകളുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അധ്യാപകനെന്ന നിലയിൽ അധ്യാപക സംഘടനയുടെ നേതാവെന്ന നിലയിലും എല്ലാ അർത്ഥത്തിലും സഹകരിക്കാനും വിദ്യാർത്ഥി പ്രവർത്തന നിലയിൽ ഞങ്ങളുടെ സംരക്ഷണമടക്കം മറ്റ് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മളിലൊരാളായി മാറുന്ന ഒരു സ്വഭാവമാണ് സ്കൂളിൽ ചെന്നാൽ തന്നെ ശ്രീധരൻ സാറിൻ്റെ രീതി. ഇന്നിപ്പോൾ കാലം മാറി ഒരുപാട് മാറ്റം ആ രീതിയിലെല്ലാം വന്നിട്ടുണ്ട്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ അടിസ്ഥാനത്തിൽ അന്നത്തെ അധ്യാപക നേതാക്കളുടെയും അധ്യാപകരുടെയും രീതികളും ഇന്നത്തെ രീതികളും ഒക്കെ തന്നെ കാലത്തിൻ്റേതായിട്ടുള്ള ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നല്ല സംരക്ഷണം കിട്ടേണ്ട, സാമ്പത്തികമായും അല്ലാതെയും നല്ല സംരക്ഷണം കിട്ടേണ്ട ഒരു കാലഘട്ടമാണ്. അധ്യാപകർ തന്നെയായിരുന്നു അതിനുള്ള പ്രധാന സ്രോതസ്സ്. SFIയുടെ വിദ്യാർത്ഥിയുടെ സമരങ്ങൾ വന്നാൽ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ വന്നാൽ മറ്റെന്തെങ്കിലും പരിപാടികൾ വന്നാൽ അധ്യാപകർ തന്നെയായിരുന്നു ഏറ്റവും വലിയ സ്രോതസ്സ്. ഇന്നിപ്പോൾ അങ്ങനെയാണോ എന്നെനിക്കറിയില്ല, മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അധ്യാപകരിൽ നിന്ന് പിരിക്കുന്ന കാശ് 5 രൂപയായാലും 10 രൂപയായാലും അപ്പോൾ ആ നിലയിൽ അപ്പം സാറും സഹകരിക്കുക മാത്രമല്ല, സാർ അതിന് നേതൃത്വപരമായി തന്നെ നമ്മളെയും കൊണ്ടുപോയി അത്തരം ആളുകളെ കണ്ട് പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിത്തരുന്നതിനും അടക്കം അങ്ങനെ എല്ലാ നിലയിലും ഒരാളായി മാറുന്ന ഒരു രീതി സാറിൻ്റെ ഉണ്ട്. അത് അവസാന കാലം വരെ അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല, ഈ നാട്ടുകാർക്കറിയാം. സതീശൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്, പറയാതെ തന്നെ ഈ നാട്ടുകാർക്ക് അദ്ദേഹം ജനിച്ച് വളർന്ന ഈ നാട്ടിൽ ഈ അവസരത്തിൽ കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. വിവിധ മേഖലകളിൽ അധ്യാപക സമരങ്ങൾ, ഒട്ടേറെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. സമരങ്ങളിലും അന്നത്തെ കാലത്ത് വ്യത്യസ്തതകളുണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവർക്കും അറിയാം. പണിമുടക്കെല്ലാം പ്രഖ്യാപിച്ചാൽ കരുതൽ തടങ്കൽ നിയമമടക്കം പോലീസ് അറസ്റ്റ് ചെയ്യുക,
അടക്കമുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള അനിശ്ചിതകാല പണിമുടക്കുകളെല്ലാം നടന്നിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഒളിവിലും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമരങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം, അതേസമയം നല്ലൊരു അധ്യാപകനായി, നേരത്തെ ഇവിടെ പ്രധാന അധ്യാപിക സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല അധ്യാപകൻ, മാതൃകാ അധ്യാപകനുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെയും മറ്റും പ്രവർത്തകൻ എന്നുള്ള നിലയിലും പ്രവർത്തിച്ചു. റിട്ടയർമെൻറ്റിന് ശേഷം പൂർണ്ണസമയം പൊതുരംഗത്ത് പ്രവർത്തിച്ചു. നടക്കൽ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നല്ലോ, ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ നല്ല അംഗീകാരമാണ് അദ്ദേഹം നേടിയത്. ഈ കല്ലുവാതുക്കൽ പാറ ടൂറിസം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു അദ്ദേഹം. അത് പക്ഷേ ആ നിലയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല, പല തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കല്ലുവാതുക്കലിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ഇപ്പം ഈ പഞ്ചായത്തിൽ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജ് നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന ESA ഹോസ്പിറ്റൽ, പാമ്പറം ഹോസ്പിറ്റൽ എന്ന ESA ഹോസ്പിറ്റൽ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ആ ഹോസ്പിറ്റൽ ആയിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അന്ന് തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ PK ഗുരുദാസനാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. അപ്പോൾ ESA കോർപ്പറേഷൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ നയപരമായി തീരുമാനമെടുത്ത ഉടൻ തന്നെ അന്ന് കേരളത്തിലെ VS ഗവൺമെൻറ് കീഴിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന PK ഗുരുദാസൻ അദ്ദേഹം ഉടൻ തന്നെ ചാടി വീണ് അതിനുള്ള സ്ഥലവും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നതിനുള്ള ആലോചന നടത്തിയപ്പോൾ ആദ്യം പാമ്പുറം ESA ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. കാര്യം അദ്ദേഹത്തെ അറിയാം, ഈ ജില്ലയിൽ, ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഈ ജില്ലയിൽ എല്ലാം ഓരോ തരി മണ്ണിനും പാദസ്പർശമേറ്റിട്ടുള്ള ആളാണ് PK ഗുരുദാസൻ, പരിചയമുള്ള ആളാണ്. ചാത്തന്നൂർ മണ്ഡലത്തെക്കുറിച്ച് പ്രത്യേകിച്ചും പാരിപ്പള്ളിയെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് പ്രത്യേകം പറയേണ്ട, അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തന മേഖലയാണ്. അപ്പോൾ ആ നിലയിലെല്ലാം സുപരിചിതമാണ്. അപ്പോൾ അദ്ദേഹം പാരിപ്പള്ളി ESI ആശുപത്രി, അപ്പോൾ അത്രയും സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടൊരു മെഡിക്കൽ കോളേജായിട്ട് ESA കോർപ്പറേഷൻ വയ്ക്കുന്ന നിബന്ധനകളോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടൻ തന്നെ നടപടി ആരംഭിച്ചു. ആദ്യം അദ്ദേഹം വിളിച്ചത് ശ്രീധരൻ മാഷിനെയാണ്. അത് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഫസ്റ്റിൽ അദ്ദേഹം വിളിക്കുന്നത് ശ്രീധരൻ മാഷിനെയാണ്. ശ്രീധരൻ മാഷാണ് പ്രസിഡൻറ്റ്. പഞ്ചായത്തിൻ്റെ പ്രമേയവും മറ്റ് രൂപത്തിലുള്ള നടപടികളും കൺസെൻറ്റും ഒക്കെ ആയി ആദ്യ നടപടിക്രമം ആരംഭിച്ചത് ശ്രീധരൻ മാഷിലൂടെയാണ്. VS ഗവൺമെൻറ് കാലത്ത് PK ഗുരുദാസൻ എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവിക ഒരു മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി വന്നൊരു കാര്യമാണ്. ഒരിക്കലും ഇങ്ങനെ പാരിപ്പള്ളി ഒരു മെഡിക്കൽ കോളേജ് വരും ആരും വിചാരിക്കുന്നതല്ലല്ലോ. അപ്പം വളരെ ഉത്സാഹപൂർവ്വം ആവേശത്തോടെ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിച്ച എല്ലാ ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കി ഉടൻ തന്നെ കേന്ദ്ര ESA തൊഴിൽ വകുപ്പ് മന്ത്രാലയത്തിന്, അന്ന് ഓസ്കാർ ഫെർണാണ്ടസ് ആണ് കേന്ദ്ര തൊഴിൽ മന്ത്രി, ഒന്നാം UPA ഗവൺമെൻറ് സമയമാണ്. അന്ന് ഇടതുപക്ഷം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നടക്കും എന്ന കാലമാണ്. കാര്യം
ഇടതുപക്ഷത്തിൻ്റെ 62 എംപിമാരുടെ പിന്തുണയോടുകൂടിയാണ് ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ്സിന് ഭൂരിപക്ഷമല്ല, UPAയ്ക്കും ഭൂരിപക്ഷമില്ലായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ ആണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പം ഇടതുപക്ഷം BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുക, അതിനുമുമ്പ് വാജ്പേയിയുടെ ഭരണമൊക്കെ ആയിരുന്നല്ലോ 2004-ൽ. BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുക എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ വ്യക്തമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ UPA കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPAയ്ക്ക് പിന്തുണ നൽകാൻ നമ്മൾ പ്രഖ്യാപിച്ചു. പിന്തുണ നൽകുമ്പോൾ നമുക്ക് വാഗ്ദാനം ചെയ്ത വച്ചു നീട്ടിയ മന്ത്രിസ്ഥാനങ്ങളോ മറ്റ് പദവികളോ എല്ലാം നന്ദിപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത്. നമുക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണ്ട, കേന്ദ്രമന്ത്രിസഭ മറ്റൊന്നും വേണ്ട, എന്ത് ചോദിച്ചാലും കിട്ടുന്ന സമയമാണ്. കാര്യം 62 എംപിമാരുണ്ട്. അപ്പോൾ ആ നിലയിൽ അതെല്ലാം നിരസിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ കോൺഗ്രസ്സിനോട് പറഞ്ഞു, സോണിയാഗാന്ധിയോടും ഒക്കെ നമ്മൾ പറഞ്ഞത്, അന്ന് സോണിയാഗാന്ധിയാണല്ലോ പറഞ്ഞതെന്താ, മുൻകാലങ്ങളിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ പോലെ പാലം കടക്കുവോളം നാരായണ പിന്നെ കൂരായണ സിദ്ധാന്തം മാറ്റിവെക്കണം. അയ്യഞ്ചാണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പം ഒരുപാട് വാഗ്ദാനങ്ങൾ പറയും, ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. വാഗ്ദാനങ്ങൾ ഒട്ടും പിറകിലല്ലായിരുന്നു കോൺഗ്രസ്. കാരണം കോൺഗ്രസ് ആണല്ലോ കൂടുതൽ കാലം ഭരിച്ചത്. സാക്ഷാൽ പണ്ഡിറ്റ്ജി ഭരിച്ചു. അന്നാണ് സോഷ്യലിസത്തെക്കുറിച്ച് വളരെ വാദോരാതെ സംസാരിച്ചിരുന്നു. സോവിയറ്റ് യൂണിയനിലും അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് മുന്നേറ്റമുണ്ടായ കാലഘട്ടമാണോ. അപ്പം സോഷ്യലിസം എന്ന വാക്കിന് വലിയ ഡിമാൻഡ് ഇന്നുമുണ്ട്. അന്ന് സോവിയറ്റ് റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. അപ്പം വലിയ നിലയിൽ ആളുകളെ ആകർഷിക്കുന്ന കാലഘട്ടമാണ്. CPIM ഏരിയ കമ്മിറ്റി അംഗം S. ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു. CPIM കല്ലുവാതുക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. സതീശൻ സ്വാഗതം ആശംസിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി ദീർഘനാൾ പ്രവർത്തിച്ച, അതിലുപരി അധ്യാപക സംഘടനാ രംഗത്ത് കൂടിയാണ് സഖാവ് ഈ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദീർഘകാലം സംഘടനാ പ്രവർത്തനം നമ്മുടെ വിരുദ്ധ ചേരിയിലുള്ള ഭരണകൂടങ്ങൾ, കരുണാകരൻ്റെയും ആൻ്റണിയുടെയും അടക്കമുള്ള നിരവധി സർക്കാരുകൾ, അച്യുതമേനോൻ്റെ അടക്കം ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുമ്പോൾ അധ്യാപക സംഘടനാ രംഗത്ത് സംഘടനയടക്കം നിരോധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന കാലഘട്ടത്തിൽ സമരം ചെയ്യുന്നവരെ പിരിച്ചുവിടുക എന്നുള്ള ഒരു കരുനീളി നിൽക്കുന്ന ഘട്ടത്തിൽ സംഘടന ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ശ്രീധരൻ മാസ്റ്റർ നിരവധി തവണ സമരവേദികളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പിരിച്ചുവിടൽ ഭീഷണിയടക്കം നേരിട്ട സഖാവാണ്. അതൊന്നും കൂസാതെ തന്നെ ഈ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വളരെ കാര്യക്ഷമമായി നിർവഹിച്ച ഒരു പ്രധാനപ്പെട്ട സഖാവായിരുന്നു സഖാവ് ശ്രീധരൻ മാസ്റ്റർ. അദ്ദേഹം സർവീസ് സംഘടനാ രംഗത്ത് നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായും ദീർഘകാലം പ്രവർത്തിച്ച സഖാവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഒരു സഖാവിനെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും 1-2 ഘടകത്തിൻ്റെ ചുമതല കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കും. അതിലുപരി ആ സഖാവിനെ ഏൽപ്പിക്കുന്ന ഏത് ഭാഗമാണോ അന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിവക്ത LC ആയിരുന്നു. ഇപ്പോഴാണ് കല്ലുവാതുക്കലും പാരിപ്പള്ളിയും വേളമാനായി 3 ലോക്കൽ കമ്മിറ്റിയായി തിരിഞ്ഞിട്ടുള്ളത്. ഒറ്റ ലോക്കൽ കമ്മിറ്റിയായി നിൽക്കുന്ന സമയത്ത് തന്നെ സഖാവ് രഘുസാഹ് അടക്കം നേതൃത്വം കൊടുക്കുന്ന ആ കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഈ പാർട്ടിയോടൊപ്പം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാതൊരു ചാഞ്ചാട്ടവുമില്ലാതെ അടിയുറച്ച് നിന്ന ധീരനായ സഖാവായിരുന്നു. പൂവത്തൂർ കിഴക്കനേല വാർഡിലടക്കം ചുമതല കൊടുത്ത് അവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു സാഹസികമായ പണിയാണ്. നമുക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു മേഖലയിൽ ഏൽപ്പിക്കുന്ന ജോലി അവിടെ പോയി ചെയ്യുക എന്നുള്ളത് പറയുന്നത് എല്ലാവരെ കൊണ്ട് കഴിയുന്നില്ല.
അപ്പം എവിടെയാണോ സഖാവിന് ചുമതല തീരുമാനിക്കുന്നത് അവിടെ യാതൊരു മുഷിവും കൂടാതെ പോയി പ്രവർത്തിക്കുവാൻ തൻ്റെ ഇടത്തോടുകൂടി ആർജവമുള്ള ഒരു സഖാവായിരുന്നു. നമ്മുടെ നടക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് സാറ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായി സാറ് വിജയിക്കുന്നത് പാമ്പുറം വാർഡിൽ രഘുസാവ് മെമ്പറായിരുന്നതിന് ശേഷം ജനറൽ വാർഡിൽ നിന്നാണ് നമ്മൾ സാറിനെ വിജയിപ്പിച്ച് മെമ്പറാക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ പ്രസിഡൻഷിപ്പിലേക്കാണ് സാറ് വരുന്നത്. അങ്ങനെ സമൂഹത്തിലെ നാനാവിധത്തിലുള്ള ആളുകളുമായി നല്ല ബന്ധം പുലർത്തുന്ന സഖാവ് കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പോലും പഠനത്തിന് പോലും സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ആ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ട് പാവപ്പെട്ട നിരവധി ആളുകളെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കയ്യിൽ നിന്നടക്കം സമ്പത്ത് ചിലവാക്കി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആളായിരുന്നു സഖാവ് സി.എൻ. മാസ്റ്റർ. കശുവണ്ടി തൊഴിലാളി സമരരംഗത്ത് ഇന്ന് രാവിലെ അനുസ്മരണ പുഷ്പാർച്ചനയെ ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കുമ്പോൾ രഘുസാവ് അടക്കം ആ വിഷയം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. കശുവണ്ടി തൊഴിലാളികൾ സമരം കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾക്ക് മുന്നിൽ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കടന്നു വന്ന് അഭിവാദ്യം ചെയ്യാൻ പാടില്ല. അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഈ തൊഴിലാളി വർഗ സമരത്തിൻ്റെ മുന്നിൽ ഇടതുപക്ഷ സാന്നിധ്യം അറിയിച്ചുകൊണ്ട്, ഇടതുപക്ഷ സംഘടനയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കരുത്തരായ ഒരു സാന്നിധ്യമാണ് സാറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ KGN കശുവണ്ടി ഫാക്ടറിയുടെ ചുമതലക്കാരനായിട്ട് ഇന്ന് KGN ഫാക്ടറി ഇല്ല, ദീർഘകാലം സഖാവ് പ്രവർത്തിക്കുണ്ടായി. അങ്ങനെ അതുമാത്രമല്ല, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനം നമ്മുടെ കല്ലുവാതക്കൽ വില്ലേജിലും അതുപോലെ തന്നെ ചാത്തന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ഉപഭാരവാഹിയെല്ലാം തന്നെ ദീർഘകാലം ഭാരവാഹിയെല്ലാം തന്നെ ഇരുന്ന ഒരു സഖാവാണ്. കശുവണ്ടി രംഗത്തും കർഷക തൊഴിലാളി രംഗത്തും മാത്രമല്ല, പാർട്ടി രൂപം നൽകിയ ദളിത് വിഭാഗങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ PKS എന്ന് പറയുന്ന സംഘടന, ആ PKSനെ ആരംഭകാലത്തിൽ തന്നെ ആ സംഘടന കെട്ടിപ്പടുക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ വളരെ ചങ്കൂറ്റത്തോടു കൂടി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം പലരും പുറകോട്ട് നിന്ന ഘട്ടത്തിൽ അത് ഏറ്റെടുക്കുവാൻ മനസ്സ് കാണിക്കുകയും നമ്മുടെ കല്ലുവാക്കൽ വില്ലേജ് നേതൃത്വവുമായി ചാത്തന്നൂരിൻ്റെ ഭാരവാഹിയായും PKSൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയായി ഉയർന്ന സഖാവാണ്. ആ നിലയിൽ കേരളമാകെ ആ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വം കൂടിയാണ്. കല്ലുവാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സാറിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് സാറിനെ ഈ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി ഏൽപ്പിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ കല്ലുവാക്കൽ പഞ്ചായത്തിലെ ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൻ്റെ ചരിത്രം തയ്യാറാക്കുന്ന ജോലി സാറിനാണ് ഏൽപ്പിച്ചത്. വളരെ ദീർഘനാളത്തെ പഠനത്തിൻ്റെ ഫലമായി ഒരുപാട് പേരെ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാം മുതൽക്കൂട്ടായ രേഖകൾ സംഘടിപ്പിച്ച് സമഗ്രമായി രേഖ തയ്യാറാക്കി പഞ്ചായത്തിന് കൊടുക്കുവാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വരെ സാറ് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് പഴയകാല ആൾക്കാരുമായി ബന്ധപ്പെടുന്നതിനും പഴയകാല ചരിത്രവും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നമ്മുടെ പാർട്ടിയുടെ വിവിധ രംഗങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗം മാത്രമല്ല, നമ്മുടെ പാർട്ടിയുടെ നിരന്തരമായ ഒരുപാട് പരിപാടികളുണ്ട്. അവിടെയെല്ലാം തന്നെ ഒരു മുഖ്യ പ്രാസംഗികനായി എനിക്കറിയാം. തെരഞ്ഞെടുപ്പ് രംഗത്ത് സാറ് എത്ര പ്രസംഗിച്ചാലും സാറിന് മതി വരത്തില്ല. ഒരിക്കൽ വേളമാനൂർ അവിടെയെല്ലാം തന്നെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗ സ്ക്വാഡ് മുഖാന്തരം സാറ് പോവുകയാണ്. അന്നല്ല സാറിൻ്റെ ഈ ശബ്ദത്തിൽ ഏറ്റവും അവസാനം സാറിന് സംഭവിച്ച ഒരു വീഴ്ച എന്ന് പറയുമ്പോൾ ഈ സംസാരശേഷി ശരിക്കും ഇല്ലാത്തൊരു ഇതാണ്. തൊണ്ട അടച്ച് ശബ്ദം പുറത്തേക്ക് വരാത്ത സ്ഥിതിയായിരുന്നു. എന്നിട്ട് കൂടിയും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. അത്രത്തോളം പാർട്ടിയുള്ള പ്രതിബദ്ധത കൊണ്ടാണ് അങ്ങനെ കേൾക്കാത്തത്. സാറിന് ഒച്ചയടവാണ്, സാറിന് സംസാരിക്കേണ്ടതെന്ന് നമ്മൾ വിലക്കിയാൽ പോലും സാറത് വകവയ്ക്കാതെ നിശ്ചിത സമയത്തിന് അധികരിച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പറയുവാൻ സാറിനറിയാം. അങ്ങനെയെല്ലാം പഠിച്ച് നല്ല ധാരണയുള്ള വ്യക്തിത്വമുള്ള സാറ് ഒരുപാട് കാര്യങ്ങളോടൊപ്പം സംസാരിക്കും. അപ്പോൾ നീണ്ട സമയം എടുത്തുകൊണ്ട് യോഗങ്ങളിൽ സംസാരിച്ച് അങ്ങനെ നമുക്കെല്ലാം തന്നെ ആ രീതിയിൽ ഒരു പാർട്ടിക്കൊരു അസറ്റായിരുന്നു. തീർച്ചയായിട്ടും ഈ സംസാരശേഷി കുറഞ്ഞു വന്ന തൊണ്ടയ്ക്ക് വിഷയമായതിനു ശേഷം ആണ് സാറ് ഈ അസുഖത്തിൻ്റെ കാര്യം മനസ്സിലാവുന്നതും നിരവധിയായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സിച്ച് കുറേ നാളൊരു അതിൽ നിന്നൊരു മോചനം ലഭിച്ചെങ്കിൽ തന്നെയും തുടർന്ന് അങ്ങനെ ഒരു
പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുവാൻ പലപ്പോഴും കഴിയാതെ പോയിരുന്നു. പിന്നീട് അവസാനമാണ് സാറ് കുറച്ചുകൂടി അസുഖബാധിതനായി മാറുകയും വീട്ടിൽ വിശ്രമിച്ചുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ മറ്റ് യാതൊരു ഉപദ്രവവും ഇല്ലാതെ തന്നെ, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ തന്നെ നമ്മളെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ആ സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആ സമയത്തുള്ള ചിരി ചെല്ലുമ്പോൾ തന്നെ സാറ് ഒരു ചിരിയെല്ലാം പാസ്സാക്കി. നമുക്ക് ഒരുപക്ഷെ പരിചയം കാണത്തില്ല, നമ്മൾ കാര്യം ഓർമ്മക്കുറവുണ്ടായിരുന്നു. അവസാനം ആ ഓർമ്മക്കുറവുള്ള സമയത്ത് ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയാതെ തന്നെ ഒരു പരിചയമില്ലാത്ത ആളിനെ നോക്കി ചിരിക്കുന്ന പോലെ, സാറ് നല്ല സുപരിചിതനായ വ്യക്തിയെ കൊണ്ട് ചിരിക്കുന്നത് പോലെ സാറ് ഞാൻ ചിരിക്കും. പക്ഷെ നമ്മൾ അറിയത്തില്ല. ആ നിലയിൽ വളരെ മര്യാദയുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തന രംഗത്ത് ജനങ്ങൾ അംഗീകരിക്കുന്ന, പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഉയർന്നു വന്ന് സാറ് ഏറ്റെടുത്ത ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ്. കുറുപ്പ് സാറിനെല്ലാം അറിയാം. ഗുരുദാസ് സാവ് എവിടെ ഒരു വേദിയിലുണ്ടായാലും, എവിടെ ഗുരുദാസ് സാവിൻ്റെ വേദി കല്ലുവാതുക്കൽ പഞ്ചായത്ത് മേഖലയിലുണ്ടായാലും സീറ മാസ്റ്റർ പേര് പരാമർശിക്കാതെ ഗുരുദാസ് സാവ് പോകത്തില്ല. കല്ലുവാതുക്കൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനം. എന്ത് തന്നെയായിരുന്ന ഏത് കേന്ദ്രമന്ത്രി ഇടപെട്ടാൽ തന്നെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രവർത്തനമില്ലെങ്കിൽ ഈ പരിപാടി അവതാളത്തിലാവും. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ ജാഗ്രതയോടുകൂടി സാറ് നടത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഏക്കർ കണക്കിന് ഭൂമി അവിടെ നമുക്ക് കണ്ടെത്തുന്നതിനും ഈ മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സ്പീഡ് ചെയ്തുകൊണ്ട് സെക്രട്ടേറിയറ്റെല്ലാം കയറി ഇറങ്ങി സേതുവിൻ്റെ അടക്കം മന്ത്രി ഓഫീസിരിക്കുമ്പോഴുള്ള പ്രവർത്തന സഹായം അതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. സാറ് വളരെ ശുഷ്കാന്തിയോട് കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന നമ്മൾ ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായതുള്ള വസ്തുത ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ്. കല്ലുവാതുക്കൽ ഗവൺമെൻറ് LPS സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് അനിതാകുമാരിയമ്മ, V. രഘുനാഥൻ, V. ഗണേശൻ, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M തുടങ്ങിയവർ അനുസ്മരണം രേഖപ്പെടുത്തി. കല്ലുവാതുക്കൽ LPSൽ ഏത് പ്രവർത്തനം ഉണ്ടെങ്കിലും നമ്മൾ ഉടനെ നമ്മുടെ ശ്രീധരൻ മാഷിനെ വിളിക്കുകയും ഒരു അധ്യാപകൻ, ഒരു മാതൃകാ അധ്യാപകനായിരുന്നു അദ്ദേഹം. കാരണം ഒരു പ്രസിഡൻറ്റിന് എന്നതിലുപരി ഞങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിരുന്നു അദ്ദേഹം. നമ്മുടെ സ്കൂളിലെത്തുകയും ചില ഉപദേശങ്ങളൊക്കെ നമുക്ക് തരും. സാധാരണ കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളമാണ് ഈ പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ശ്രീധരൻ മാഷ് പ്രസംഗിച്ചാൽ കുട്ടികളെല്ലാം കൊച്ചുങ്ങൾ എത്ര നേരം വിടും. സാറ് ഒരുപാട് ഇവിടെ സതീശനം പറയണോ ഒരുപാട് സമയമെടുത്താണ് പ്രസംഗിക്കുന്നത്. പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങളെല്ലാം വളരെ സൈലൻ്റായിട്ടിരിക്കും. അതാണ് ഒരു അധ്യാപകൻ്റെ കഴിവ്. കുട്ടികളെ പിടിച്ചിരുത്തി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അനങ്ങാതെ സാറിൻ്റെ വാക്കുകളെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലൊരു അധ്യാപകനായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഉപദേഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഞങ്ങളുടെ സ്കൂളിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരുപാട് ഉപദേശങ്ങളും എല്ലാം നമ്മൾ സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തുടർച്ചയായ 2 വർഷങ്ങളും പാരിപ്പള്ളി സംസ്കാരയുടെ ഏറ്റവും നല്ല സ്കൂളിന് പ്രാദേശിക അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവാർഡ് നമുക്ക് സ്കൂളിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു അവാർഡ് ഞങ്ങളുടെ സ്കൂളിലെ നമുക്ക് വിളിച്ചു തരികയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ ശ്രീധരൻ മാഷിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. സഖാവ് ശ്രീധരൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 ആണ്ട് തികയുകയാണ്. സഖാവിൻ്റെ വീട്ടുവളപ്പിൽ സഖാവിനെ അടക്കം ചെയ്തിട്ടുള്ള കുഴിമാടത്തിന് മുന്നിൽ CPMൻ്റെ കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ കല്ലുവാതുക്കൽ മേഖലയിലെ നമ്മുടെ പാർട്ടി സഖാക്കളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് ആ ദിനം ഇന്ന് നമുക്കവിടെ ആചരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. സഖാവ് ശ്രീധരൻ മാസ്റ്റർ മരിച്ചിട്ടില്ല. സഖാവ് ശ്രീധരൻ മാസ്റ്റർ ഞങ്ങളുടെ ചോരയിൽ കൂടി ഒഴുകുന്നു എന്ന നിലയിലേക്കുള്ള മുദ്രാവാക്യം ആലപിച്ചുകൊണ്ടാണ് നമ്മുടെ സഖാക്കൾ ഇന്ന് അവിടെ സഖാവിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ ഒത്തുചേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചത്.
സഖാവ് മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ആ നിലയിലാണ് സഖാവ് ശ്രീധരൻ മാസ്റ്റർ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല, നമ്മുടെ ഏരിയയിൽ മാത്രമല്ല, നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന ഒരു നേതാവായി അധ്യാപക സംഘടന വഴിയും പാർട്ടിയുമായും വളർന്നു വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അന്നത്തെ കാലഘട്ടം എന്നെല്ലാം പറയുമ്പോൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടങ്ങളാണ്. പട്ടിണിയും ദുരിതവും പ്രയാസമെല്ലാം അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സഖാവ് പഠിക്കുകയും പട്ടിണി കിടക്കുകയും പഠിക്കുകയും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഒരു അധ്യാപകനായി നിയമനം ലഭിച്ച് നമ്മുടെ മുമ്പിലേക്ക് സാറ് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ കാലഘട്ടം നമ്മൾ ഓർക്കുമ്പോൾ വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഒരു ചെറിയ ചെറ്റക്കുടിലാണ് സഖാവിൻ്റെ ജീവിതം ആരംഭിച്ചത്. അതിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷെ മരിക്കുന്നത് വരെയും അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും തൊഴിലാളികളുടെയും കൃഷിക്കാരൻ്റെയും ഒക്കെയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും അതുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. സഖാവിൻ്റെ കുടുംബമെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ സന്തോഷകരമായി ജീവിച്ചു വന്നൊരു കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയും ഇതെല്ലാം കൂടി ചേർത്ത് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യപൂർണമായ ഒരു മുന്നേറ്റത്തിനൊരു വളർച്ചയ്ക്ക് ജീവിതത്തിന് അത് അടുക്കും ചിട്ടയോടും കൂടി അതിന് തുടക്കം കുറിക്കാനും അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് അവരുടെ അടുക്കളയിൽ തീ പുകയുന്നുണ്ടോ എന്ന് നോക്കിക്കാണാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. ഈ പാറമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എത്രയോ പാവപ്പെട്ട ആളുകളെയാണ് എല്ലാ ആവശ്യങ്ങൾക്കും, ആശുപത്രിയുടെ ആവശ്യം, പട്ടിണി കിടക്കുന്നതിൻ്റെ ആവശ്യം, അങ്ങനെ വരുന്ന നിരവധി ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള വരുമാനത്തിൽ നിന്നും ഒരംശം ഈ പാറമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ പാറമേഖലയിൽ അദ്ദേഹം ആ നിലയിൽ ഇടക്കണ്ണിട്ട് നോക്കി അവരെ സഹായിക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പട്ടിണിക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് ശ്രീധരൻ മാസ്റ്റർ എന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് നേരത്തെ സതീശൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ അന്ന് ഒരു ഘടകം മാത്രമേ ഉള്ളൂ. കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്ന ഘടകം. അതിനെ വളർത്തി നമ്മൾ കൊണ്ടുവന്നു. ആ പ്രസ്ഥാനത്തിനെ വളർത്തി കൊണ്ടുവന്നാണ് നമ്മുടെ പഞ്ചായത്തിൽ 3 മേഖലകളായെല്ലാം തിരിച്ച് പാർട്ടി കമ്മിറ്റികൾ രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ വർഗബഹുജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്താനും കശുവണ്ടി തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, മഹിളാ രംഗത്തെ പ്രവർത്തനം, DYFI രംഗത്തെ പ്രവർത്തനം, അങ്ങനെ നാനാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അന്നത്തെ പാർട്ടിയോടൊപ്പം നിന്ന സാർ അവശനായി വീട്ടിൽ കിടക്കുന്ന കാലഘട്ടം വരെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രസ്ഥാനത്തിൻ്റെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം തന്നെ വിവിധ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾ ഈ പാർട്ടിയുടെ കീഴിൽ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രവർത്തനവും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. മാഷിനെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് പാറ ടൂറിസം പദ്ധതി. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് അദ്ദേഹം ഒരു 10 ലക്ഷം രൂപ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് നൽകിയത്. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നൊരു പൈസ എടുക്കാൻ കഴിയത്തില്ല. ഞാനും PN രാധാകൃഷ്ണൻ കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സഖാവ് പറഞ്ഞു,
ആ പാറ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി PM രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് പറയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്നാണ് ആ പാറ ടൂറിസം പദ്ധതിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തിയത്. പൈസയൊക്കെ മറിച്ചാണ്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഈ പാറ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരെ പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ച് മാറ്റിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് വരുമാനമുണ്ടാക്കുന്ന തരത്തിൽ ഒരു പദ്ധതിയാണ്. അതിപ്പോൾ അനിശ്ചിതത്തിലാണ്. ശ്രീധരൻ മാഷിനോട് നമുക്ക് ചെയ്യാവുന്നത്, വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന പഞ്ചായത്ത് ഭരണസമിതി, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ആ പാറ ടൂറിസം പദ്ധതി പ്രാവർത്തികമാക്കുക, കല്ലുവാകൽ പഞ്ചായത്തിൻ്റെ വലിയ മുഖച്ഛായ മാറ്റുന്നതാണ്. അപ്പോൾ ശ്രീധരൻ മാഷ് കൂട്ടി ഉണ്ടായിരുന്നു എങ്കിൽ ആ പദ്ധതി നമുക്ക് വരും കാലങ്ങളിൽ പൂർത്തീകരിക്കാൻ കഴിയും. ശ്രീധരൻ മാഷിനെ കാട്ടിയും പിന്നെ എന്നോടൊപ്പം തന്നെ പ്രവർത്തിച്ചവരാണ് പട്ടർ രാധാകൃഷ്ണൻ. ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെല്ലാം സഭയുടെ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തിലൂടെയാണ് ശ്രീധരൻ മാഷിനെ പരിചയപ്പെടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുദാസ് സാഹിബ് എപ്പോഴും മെഡിക്കൽ കോളേജിനെ കുറിച്ച് സംസാരിച്ചാലും കുറുപ്പ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഗുരുദാസ് സാഹിബ് അതിനുവേണ്ടി കല്ലുവാകൽ പഞ്ചായത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ വന്നിരിക്കുമായിരുന്നു. അപ്പോഴെല്ലാം തന്നെ ശ്രീധരൻ മാഷിൻ്റെ അങ്ങേയറ്റത്ത് നമ്മുടെ പഞ്ചായത്തിലൊരു ESI മെഡിക്കൽ കോളേജ് വരണമെന്നുള്ള ഗുരുദാസ് സാഹിബിൻ്റെ ആ നിതാന്തമായിട്ടുള്ള ആഗ്രഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതായി ഏത് യോഗത്തിലും, ചാത്തന്നൂർ പഞ്ചായത്തിൽ വരുന്ന, കൊല്ലത്ത് വരുന്ന, കല്ലുവാകൽ പഞ്ചായത്തിൽ ആയിരുന്നാലും ചാത്തന്നൂർ മണ്ഡലത്തിലായിരുന്നാലും ഏതൊരു യോഗത്തിലും ശ്രീധരൻ മാഷിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കും. അത് തന്നെയാണ് ശ്രീധരൻ മാഷിന് നൽകാവുന്ന ഏറ്റവും വലിയ സ്മരണ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും വ്യക്തിത്വങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് സാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ ചേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഇന്നത്തെ അനുസ്മരണം ശ്രീധരൻ മാഷിനെക്കുറിച്ച് ഇവിടെ ഏറെ പ്രതിപാദിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സഖാവ് രഘുനാഥൻ സഖാവിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. അതുപോലെ ഒരു ദിവസം നീണ്ടു നിന്നാൽ പോലും ശ്രീധരൻ മാഷിനെക്കുറിച്ച് പറഞ്ഞു തീരുകയില്ല. അത്തരം സംസാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം 2 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുജനുമായി എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ സൂചിപ്പിച്ചത് ശ്രീധരൻ മാഷിൻ്റെ അനുസ്മരണ സമ്മേളനം എന്നാണ് എന്ന് എൻ്റെ അടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതറിയിക്കാമെന്ന് പറയുകയും എനിക്കൊരു അനുസ്മരണ സമ്മേളനം ഈ സമുദ്രയിൽ വെച്ച് നടത്തണമെന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെട്ടത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രീധരൻ മാഷിൻ്റെ മകൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ സമുദ്രയിൽ വരികയും പപ്പയുടെ അനുസ്മരണം ഇത്രാം തീയതിയാണ്, അതിന് ഞങ്ങൾ സമുദ്രതീരത്തിൽ അച്ഛന്മാർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ സമ്മേളനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴത് അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, പാർട്ടിയുടെ പരിപാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇങ്ങനെ അടുത്ത് പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരത്താണ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്, സമുദ്രതീരത്ത് വെച്ച് ഇങ്ങനെ പരിപാടി നടത്തണമെന്ന് പറയുകയാണ്. ഒരു നിയോഗം പോയാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുവാനും എനിക്കുൾപ്പെടെ ആഗ്രഹമായിരുന്നു ഈ പരിപാടി ഇവിടെ നടത്തണമെന്നും. ഏറെ കുഞ്ഞുനാളിലെ മുതൽ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീധരൻ മാഷ്. അതിലുപരി എൻ്റെ കുടുംബവുമായി എനിക്കൊന്ന് രഘുനാഥൻ അറിയാൻ കഴിയുന്ന 86 സമരം മുതൽ എൻ്റെ അമ്മയുമായി ഏറെ ബന്ധം, ഒരുപാട് ഘട്ടങ്ങളിൽ എനിക്ക് അണ്ടിയാപ്പീസിൻ്റെ മുൻവശങ്ങളിൽ എനിക്ക് പോകാനും ഇവരെല്ലാം കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീധരൻ മാഷിലൂടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പല സമയങ്ങളിലും പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഒരു മേഖലയായിരുന്നു ശ്രീമാഷിൻ്റെ വീട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയതെല്ലാം പാർട്ടിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ പോയ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും സാമൂഹിക പ്രവർത്തകരാണ്. അങ്ങനെയാണ് സമൂഹത്തെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിച്ചിട്ടുള്ള ശ്രീമാഷിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം സമുദ്രദിനം കൂട്ടുകുടുംബവും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കലുവാതുക്കൽ ഗവൺമെൻറ് LP സ്കൂളിനും BA ലിറ്ററേച്ചറിലും മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ഫസ്റ്റ് റാങ്കും നേടിയ തീർത്ഥ P സുജീഷിനെ A ശ്രീധരൻ മാസ്റ്ററുടെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ B തുളസീധരൻ നന്ദി പറഞ്ഞു. ശ്രീധരൻ മാസ്റ്റർ ഈ സ്മരണ പുതുക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തോടൊപ്പം തന്നെ എനിക്കും പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പാറ ജംഗ്ഷനിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രീധരൻ മാസ്റ്റർ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മുന്നിൽ നിന്ന് തന്നെ നയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് കല്ലുവാതുക്കൽ പാറ ജംഗ്ഷനിൽ വന്ന് കുറേ ഗുണ്ടകൾ ബോംബെറിയുന്ന സമയത്ത് തന്നെ ഞങ്ങളുൾപ്പെടെ എല്ലാവരും ശ്രീധരൻ മാസ്റ്റർ വീടിനകത്തിരിക്കുന്ന സമയത്താണ് സംഭവം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇനിയും പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഈ നാട്ടുകാരോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്നവരും ഉണ്ടാകണം. അത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹത്തെ വളരെ വിനയത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന പഴയകാല നേതാവും രഘുനാഥൻ, സഖാവ് ഗണേശൻ, സഖാവ് ധർമ്മപാലൻ, നമ്മുടെ LC സെക്രട്ടറി സഖാവ് സതീശൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി. റൂബൽ സിംഗ് തുടങ്ങി എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.